ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് PSCയിലെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ട് കളയും. ചിലവരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതും. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു വ്യത്യാസത്തിൽ ക്വസ്റ്റ്യൻസിൽ ചെറിയൊരു മാറ്റത്തിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി, മതം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ശ്രീനാരായണ ഗുരുവിനെയാണ് തോന്നുക. പക്ഷെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവും, ജാതി വേണ്ട, മതം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനുമാണ്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണുള്ളത്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജാണുള്ളത്, ന്യൂട്രോണ് ചാർജ് ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് പഠിക്കാനുള്ള കോഡാണ് PEN = RTC. P പ്രോട്ടോൺ, E ഇലക്ട്രോൺ, N ന്യൂട്രോൺ, R എന്ന് പറയുന്നത് റൂദർഫോർഡ്, T തോംസൺ, C എന്ന് പറയുന്നത് ചാഡ്വിക്ക്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ ആണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവും പാർലമെൻറ്റുകളുടെ മാതാവും, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവവും, പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് വിപ്ലവമാണ്. പൂക്കൾക്കും ഇലകൾക്കും ഫലങ്ങൾക്കും മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ. പൂക്കൾക്കും ഇലകൾക്കും നീല നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ എന്ന് പറയുന്നത്. അപ്പം മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിലും നീല നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി, മത്സ്യം വളർത്തലിനെ കുറിച്ചുള്ള പഠനം പിസിക്കൾച്ചർ. മത്സ്യം വളർത്തുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് പിസിക്കൾച്ചർ, മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അപ്പോൾ ഇന്ത്യയുടെ പാൽത്തൊട്ടി ആണെങ്കിൽ ഹരിയാനയും രത്നമാണെങ്കിൽ മണിപ്പൂരുമാണ്. ഖിൽജി രാജവംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജി. തുഗ്ലക് രാജവംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ വനിതയാണ് അൽഫോൺസാമ. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനൊക്കെ ടെൻഷൻ അടിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ തപാൽ സ്റ്റാമ്പിൽ രക്ഷപ്പെട്ടത് മാത്രമേ നോക്കുകയുള്ളൂ. അല്ലാതെ ആദ്യത്തെ ആരാണ്, വനിത ആരാന്നുള്ളത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ശ്രീനാരായണ ഗുരുവും, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ വനിതയാണ് അൽഫോൺസാമ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയലയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന മാംസമാണ് ഫിബ്രിനോജൻ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണ്. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ രണ്ടാം അലക്സാണ്ടർ ആണെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയും, അശോകനാണെങ്കിൽ കനിഷ്കനുമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുണ്ട് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക പ്രയോഗിച്ച ആറ്റം ബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ അമേരിക്ക പ്രയോഗിച്ച ആറ്റം ബോംബിൻ്റെ പേരാണ് ഫാറ്റ് മാൻ.
അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ആറ്റം ബോംബ് ഇട്ടത്. അതിലെ ഹിരോഷിമയിലിട്ട ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയും നാഗസാക്കിയിലിട്ട ആറ്റം ബോംബിൻ്റെ പേരാണ് ഫാറ്റ് മാൻ. ജ്ഞാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന പക്ഷി മൂങ്ങയാണ്. സമാധാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന പക്ഷിയാണ് പ്രാവ്. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രതീകം എല്ലാവർക്കും അറിയാമല്ലേ, പ്രാവാണ്. പക്ഷേ ജ്ഞാനത്തിൻ്റെ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ. കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? 44 നദികളാണുള്ളത്. കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? 34 കായലുകളാണുള്ളത്. അപ്പോൾ നദികൾ ചോദിക്കുകയാണെങ്കിൽ 44ഉം കായലുകൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു 10 കുറച്ചിട്ട് 34 കായലുകളുമാണ് കേരളത്തിലുള്ളത്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാറാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത്. തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ രാമവർമ്മ. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് സൂപ്പർസോണിക്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹൈപ്പർസോണിക്. ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗം സൂചിപ്പിക്കുന്ന പദമാണ് സബ്സോണിക്. അപ്പോൾ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗമാണെങ്കിൽ സബ്സോണിക് ആണ്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത കുറിക്കാനാണെങ്കിൽ അത് സൂപ്പർസോണിക് ആണ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹൈപ്പർസോണിക്. ആരുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ? AKGയുടേതാണ്. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. ആരുടെ ആത്മകഥയാണ് എൻ്റെ കഥ? അത് മാധവിക്കുട്ടിയുടേതാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലെന്ന് പറയുന്നത്. ഇതാണ് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയുമുണ്ട് കുഴപ്പിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും കോഡ് വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.